ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വീണ്ടും മഴയുടെ അലേർട്ടാണ് ദുബായിൽ. എല്ലാവരും ഡിസ്റ്റൻസ് ലേണിങ്ങിലും എല്ലാം വർക്ക് ഫ്രം ഹോമിലായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ രാവിലെ 3:30 മണിക്ക് തുടങ്ങിയതാണ് മഴ. വലിയ കുഴപ്പമൊന്നുമില്ല, ബിക്കോസ് അവരെല്ലാം വാർണിംഗും എടുത്തിട്ടുണ്ട്. ആൻഡ് എല്ലാവരും വർക്ക് ഫ്രം ഹോമും കുട്ടികളൊക്കെ വീട്ടിലൊക്കെ ഇരുന്ന് ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. 3:30 മണി മുതൽ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ കുട്ടികൾ വീട്ടിലുണ്ട്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു സൂപ്പർ റെസിപ്പിയാണ്. ക്യാമറ തിരിക്കട്ടെ. അപ്പോൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു സൂപ്പർ റെസിപ്പിയാണ്. തമിഴ്നാട്ടിൽ ഫേമസ് ആയിട്ടുള്ള തക്കാളി ബജ്ജി എന്നറിയപ്പെടുന്നതാണ് കാണുന്നത്. അതായത് ശരിക്കും അത് ടൊമാറ്റോ ബാജിയാണ്. ബാജി എന്ന് നമ്മൾ പറയാറില്ലേ, ആലു ബാജി എന്നൊക്കെ പറയില്ലേ, അതുപോലെ ബാജിയാണ് ശരിക്കും. പക്ഷെ അത് പറഞ്ഞിട്ട് പറയണ സമയത്ത് എല്ലാവരും തക്കാളി ബജ്ജി എന്നാണ് പറയാറുള്ളത്. ഇന്നൊക്കെ എന്ന സമയത്ത് തൈര് സാപ്പാടും തക്കാളി ബജ്ജിയും വെച്ചപ്പ അങ്ങനെയാണ് പറയുക. അപ്പൊ ഇന്ന് നമ്മൾ അതൊന്നും മാറ്റണ്ട, ബജ്ജി എന്ന് പറഞ്ഞാൽ ബജ്ജി അങ്ങനെ തന്നെ ഇരിക്കട്ടെ. സൂപ്പർ ആയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള തക്കാളി ബജ്ജിയാണ് കാണാൻ പോകുന്നത്. ആസ് യൂഷ്വൽ തൈരും ചോറും തന്നെയാണ്. ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്. ചപ്പാത്തിക്ക്, ഇഡ്ലിക്ക്, ദോശയ്ക്ക് ഒക്കെ നന്നായിരിക്കും. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള എങ്ങനെയാണ് തക്കാളി ബജ്ജി ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ വരൂ നമുക്ക് ഉണ്ടാക്കാം. ചട്ടിയിൽ ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നോർമൽ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു 6 തക്കാളിക്ക് 4 വെളുത്തുള്ളി, 3-4 പച്ചമുളക്, അതേമാതിരി തന്നെ ചെറിയുള്ളി. കമ്പൽസറി ചെറിയുള്ളിയാണ്, കോംപ്രമൈസേ ഇല്ല. ഒരു 10-20 ചെറിയുള്ളി എടുത്തിട്ട് നീളത്തിൽ കട്ട് ചെയ്തോളൂ. ഇനി നമുക്ക് വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നു. ഉപ്പിട്ട് കൊടുക്കുന്നു. നല്ല പോലെ ഒന്ന് വഴറ്റുന്നു. ഈ ഒരു സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം രാവിലെ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഡ്ലിക്കും വെക്കാം, ദോശയ്ക്കും ഉണ്ടാക്കാം. അതേമാതിരി തന്നെ ചോറിൻ്റെ കൂടെ, തൈരും ചോറിൻ്റെ കൂടി ആയി. ഇനിയിപ്പോൾ രാത്രി വേണമെങ്കിൽ ചപ്പാത്തിക്കും ആയി. ഇപ്പോൾ ഒരു ബാച്ചിലേഴ്സ് ഒക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം നിങ്ങളൊന്ന് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ അങ്ങോട്ട് സൂപ്പറായിട്ട് ഒരാഴ്ചയോളം ഇരിക്കും. അധികം കയ്യിലിട്ടിട്ട് ഇളക്കാണ്ടിരുന്നാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ വരൂ നമുക്ക് പ്രൊസീജിയറിലേക്ക് പോവാം. ലേശം ഉള്ളി ഒന്ന് വഴറ്റി കഴിഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു 6 മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. തക്കാളിയുടെ ക്വാണ്ടിറ്റി കുറച്ച് കൂട്ടിയെടുക്കണം, എന്നാലേ തക്കാളി ബാജി നന്നായിരിക്കുള്ളൂ. അപ്പോൾ ഇതാ ലേശം ഒന്ന് കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു പ്രോസസ്സ് സ്കിപ്പ് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ എരിവ് വരുന്നത് പച്ചമുളകിൽ നിന്നാണ്. ഞാൻ ലേശം കളറിന് വേണ്ടിയിട്ട്, എന്താ വെച്ചാൽ എൻ്റെ തക്കാളിക്ക് അധികം നിറം വരില്ല, അതുകൊണ്ട് ലേശം കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റുക. ഇനി ഒരു പൊട്ട് പോലും വെള്ളം ഒഴിക്കാതെ അടച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ അവിടെ വെച്ചോളൂ. ഇത് ഒരു ക്യാബേജ് ഉപ്പേരിയാണ്. ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. വെളിച്ചെണ്ണ, ക്യാബേജ് നീളത്തിൽ മുറിക്കുക, ഒരു 2 പച്ചമുളക് ഇട്ട് കൊടുക്കുക, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ അവിടെ അങ്ങോട്ട് വയ്ക്കുക. ക്രിസ്പി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിട്ടുള്ള ക്യാബേജ് ഉപ്പേരി റെഡി. അപ്പോൾ ഇതാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തക്കാളി ഒന്ന് വെന്തൂന്ന് കാണുന്ന സമയത്ത് നമുക്ക് മത്ത് ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഒന്ന് കടഞ്ഞെടുക്കണം. ഓക്കെ, നന്നായിട്ട് കടഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളമൊക്കെ വരും. അപ്പോൾ നല്ല കുറച്ചൊന്ന് ലൂസാവും. ഇത് വേറെ വെള്ളം ഒന്നും തന്നെ ഒഴിച്ചു കൊടുക്കണ്ട, നോ വാട്ടർ അറ്റ് ഓൾ. ഇത് നന്നായി കടഞ്ഞിട്ട് അതിന്ന് ലൂസായിട്ട് വരുന്ന വെള്ളം, അതാണ് അതിൻ്റെ എസൻസും അതിൻ്റെ ചാറും. അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി. അതുകൊണ്ട് വെള്ളം എന്നുള്ളത് തൊടിക്കാതെ തന്നെ നിങ്ങൾ ഈ ഒരു ഡിഷ് ഉണ്ടാക്കാൻ നോക്കുക. ഇതപ്പോൾ ഇതുപോലെ ഞാൻ നല്ല പോലെ മത്തോണ്ട് ഇങ്ങനെ കടഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല അസ്സലായിട്ടുള്ള തക്കാളി ബജ്ജി റെഡി ആയിരിക്കുകയാണ്. നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതിപ്പോൾ സിമ്പിളായിട്ടുള്ള, എത്ര സിമ്പിളായിട്ടുള്ള ഒരു കൂട്ടാനാണെന്ന് നോക്കൂ. ഇങ്ങനെ ഒന്ന് രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ടെൻഷനുണ്ടോ, എല്ലാത്തിൻ്റെ കൂടെ കഴിക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മുടെ ക്യാബേജ് ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട്, ക്രിസ്പി ആയിട്ട്. ഇതും റെഡി ആയിട്ടുണ്ട്. ചോറ് എടുത്തിട്ടുണ്ട്, തൈര് എടുത്തിട്ടുണ്ട്, ക്യാബേജ് ഉപ്പേരി എടുത്തിട്ടുണ്ട്, ലേശം പൊട്ടാറ്റോ ചിപ്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ബജ്ജിയും കൂടി ഇട്ടിട്ട് നല്ല പോലെ അങ്ങോട്ട് സുഖമായിട്ടുള്ള ചോറ് കഴിക്കാം. ഇന്ന് രാവിലെ ബേസിക്കലി ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന ദിവസം ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ തലേദിവസം രാത്രി ഞാൻ വളരെ ലേറ്റായിട്ടാണ് എൻ്റെ ഡിന്നർ കഴിഞ്ഞത്. അതുകൊണ്ട് എൻ്റെ ഫാസ്റ്റിംഗ് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ഡയറക്റ്റായിട്ട് ലഞ്ചാണ് ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നത്. സോ പ്രോപ്പറായിട്ടുള്ള ലഞ്ച് തന്നെ ഞാൻ കഴിച്ചു. അപ്പോൾ തക്കാളി ബജ്ജി സാപ്പിടലാമാ? ഞാൻ തന്നെ തുടക്കത്തിൽ പറഞ്ഞ മാതിരി ആക്ച്വലി അതിന്റെ പേര് ഭാജി എന്നാണ്. പക്ഷെ പറഞ്ഞ്
തക്കാളി ബജ്ജി എന്നായി. ആരും ബാജി എന്നൊന്നും പറയാറില്ല. തൈരും ചോറുമാണ് ഏറ്റവും സൂപ്പർ കോമ്പിനേഷൻ. അല്ലാണ്ടെയും കഴിക്കാം, ഇഡ്ലിയുടെ കൂടെ ദോശയുടെ കൂടെയൊക്കെ. അമേസിങ്. ക്യാബേജ് നിങ്ങളും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യും. വെറുതെ ക്യാബേജും പച്ചമുളകും മാത്രം ഇടുക. എന്നിട്ട് എണ്ണയിൽ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കാണ്ട്, അതായത് ക്യാബേജ് ഇങ്ങനെ ക്രിസ്പി ആയിരിക്കണം. ഉണ്ടോ? സോഫ്റ്റ് ആവരുത്. സൂപ്പർ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിച്ചു തന്നത്. ഉണ്ടാക്കി നോക്കുന്ന പ്രതീക്ഷിക്കുന്നു. ഞാൻ കഴിക്കട്ടെ, കുട്ടികൾക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കണം. വീണ്ടും നമുക്ക് കാണാം പുതിയൊരു റെസിപ്പിയുമായി. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ. Winnie's Kitchen.